നമസ്കാരം, FTV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമാണ് ടർബോ. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണൂർ സ്ക്വാഡ്, നൻപകൽ നേരത്ത് മയക്കം, കാതൽ, റൊഷാക്ക് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ടർബോ. മമ്മൂട്ടി കമ്പനിയുടെ ലോഗോ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രങ്ങളെല്ലാം മിനിമം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന ചിത്രങ്ങളാണ്. ടർബോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു മാസ് മസാല എൻ്റർടൈനറാണ് ടർബോ എന്ന ചിത്രം. മലയാള സിനിമയിൽ സമീപകാലത്ത് ഇറങ്ങിയ മലയാള സിനിമ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു നായകൻ അല്ലെങ്കിൽ നായകനെ എതിർത്ത് നിൽക്കുന്ന ശക്തനായ വില്ലൻ തുടങ്ങിയ ടെംപ്ലേറ്റിലുള്ള ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ട് കുറേ കാലങ്ങളായി. തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലാണ് അത്തരത്തിലുള്ള വാർപ്പ് മാതൃക ഫോളോ ചെയ്യുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രക്ചർ പിന്തുടരുന്ന ചിത്രങ്ങൾ ഇറങ്ങുന്നത്. അത്തരം ശ്രേണിയിൽ ചേർത്ത് വയ്ക്കാവുന്ന മലയാളത്തിൻ്റെ സംഭാവനയാണ് ടർബോ എന്ന് തന്നെ പറയേണ്ടി വരും. ഇടുക്കിയിലെ മലയോര ഗ്രാമത്തിൽ അല്ലറ ചില്ലറ ചട്ടമ്പിത്തരങ്ങളുമായി നടക്കുന്ന ജോസ് എന്ന നാട്ടുമ്പുറത്തുകാരനായാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത്. ജോസ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും അടിപിടി തല്ലുകേസൊക്കെ കാരണം നാട്ടുകാർ ജോസിനെ വിളിക്കുന്നത് ടർബോ ജോസ് എന്നാണ്. നാട്ടിലെ പള്ളി പെരുന്നാളിനൊക്കെ ജോസിൻ്റെ വക അടിപിടി സംഭവങ്ങൾ തുടർക്കഥയാണ്. ഇത് ജോസിൻ്റെ അമ്മയെ സംബന്ധിച്ചും തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. സിനിമ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഒരു പള്ളി പെരുന്നാളിന് ജോസിനെ മാറ്റി നിർത്താനായി ഇടവകക്കാരും ജോസിൻ്റെ അമ്മയും തമ്മിൽ ചർച്ച നടത്തുകയും പക്ഷേ ജോസ് അതിനോട് ഒരു തരത്തിലും വഴങ്ങാതിരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് കഥ. പക്ഷേ ജോസ് അതിൽ ഒരു തരത്തിലും വഴങ്ങുന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോസിന് ചെന്നൈയിലേക്ക് പോകേണ്ടി വരികയും അവിടെ നിന്ന് നാട്ടിലേക്ക് ഒരു ഘട്ടത്തിലും തിരിച്ചു വരാതെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് മുറുകുന്നതും അത് ജോസ് എങ്ങനെ സോൾവ് ചെയ്യുന്നതുമാണ് പ്രധാനമായും ടർബോ എന്ന ചിത്രം സംസാരിക്കുന്നത്. ചിത്രം തുടങ്ങി ആദ്യത്തെ സീനിൽ തന്നെ ചിത്രത്തിൻ്റെ കഥാപരിസരം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഇടുക്കിയിലെ മലയോര ഗ്രാമത്തിലെത്തുകയും ജോസിനെയും ജോസിൻ്റെ അമ്മയും നാട്ടുകാരെയും പിന്നെ ജോസ് എങ്ങനെ ഈ പ്രശ്നത്തിലേക്ക് എത്തുന്നു എന്നത് നമുക്ക് കാണിച്ചു തരുന്നത്. ചിത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മിഥുൻ മാനുവൽ തോമസ് എഴുതിയ ഫ്ലാറ്റായ തിരക്കഥ തന്നെയാണ്. രാജ്ബി ഷെട്ടിയെ പോലെ കന്നഡയിൽ നിന്നൊരു സൂപ്പർ താരത്തെ പ്രതിനായക വേഷത്തിൽ കൊണ്ടുവന്നിട്ട് പോലും നായകനും പ്രതിനായകനും തമ്മിലുള്ളൊരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിൽ തിരക്കഥ പരാജയപ്പെടുന്നു എന്ന് തന്നെ പറയാം. പല സീനുകളിലും രാജ്ബി ഷെട്ടി അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം ദുർബലമായി തന്നെ പോകുന്നുണ്ട്. രാജ്ബി ഷെട്ടി, സുനിൽ, അഞ്ജന നായർ, ബിന്ദു പണിക്കർ, ദിലീഷ് പോത്തൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രം നേരിടുന്ന വലിയ വെല്ലുവിളിയും ഇതിൽ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്ന മമ്മൂട്ടി അടക്കം സഹതാരങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യുന്ന രീതിയിൽ തിരക്കഥയിൽ അടയാളപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. പുലിമുരുകൻ, പോക്കിരിരാജ തൊട്ട് വൈശാഖിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ നമുക്കറിയാം. അത്തരം മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് വൈശാഖ് ഈ ചിത്രത്തിലും പിന്തുടരുന്നത്. ചിത്രത്തിലെ പാളിപ്പോയ തിരക്കഥയെ ചില ഘട്ടങ്ങളിലെല്ലാം സേവ് ചെയ്യുന്നതും വൈശാഖിൻ്റെ സംവിധാന മികവ് തന്നെയാണ്. ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് ക്രിസ്റ്റോ സേവ്യറിൻ്റെ പശ്ചാത്തല സംഗീതമാണ്. ദുർബലമായ പല സീനുകളെയും എലിവേറ്റ് ചെയ്യുന്നതിൽ ക്രിസ്റ്റോ സേവ്യറിൻ്റെ പശ്ചാത്തല സംഗീതം വിജയിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. വിഷ്ണു ശർമ്മയുടെ ഛായാഗ്രഹണവും പല സീനുകളിലെയും ഇമ്പാക്റ്റ് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക ഘടകം തന്നെയാണ്. ഇത്തരം സ്ട്രക്ചറിലുള്ള തമിഴ്, തെലുങ്ക് ചിത്രങ്ങൾ കണ്ട മലയാളി പ്രേക്ഷകന് മുന്നിൽ ടെംപ്ലേറ്റ് അവതരണ രീതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ടർബോ എന്ന ചിത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. ചിത്രത്തിലെ ഇൻ്റർവെൽ ബ്ലോക്ക് ആയാലും പ്രധാന പ്ലോട്ട് പോയിന്റുകളായാലും ഇതിനു മുമ്പ് കണ്ട് ശീലിച്ച കഥാപരിസരമായതിനാൽ പ്രേക്ഷകന് പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റും ചിത്രം സമ്മാനിക്കുന്നില്ല. ഈ ഒരു വെക്കേഷൻ സമയത്ത് തിയേറ്ററിൽ ഒരു തവണ കാണാം എന്നതിനപ്പുറത്ത് തിയേറ്ററിൽ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റും സമ്മാനിക്കാത്ത ചിത്രം തന്നെയാണ് മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയേണ്ടി വരും. ദുർബലമായ തിരക്കഥയും അതിനെ ഒരു തരത്തിലും മുകളിലോട്ട് കൊണ്ടുവരാത്ത സംവിധാന മികവും ചിത്രത്തിനെ വളരെ വലിയ രീതിയിൽ തന്നെ പിറകോട്ടടിപ്പിക്കുന്നുണ്ട്. തിയേറ്റർ കാഴ്ചയിൽ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റും സമ്മാനിക്കാതെ നിരാശപ്പെടുത്തിയ അനുഭവമാണ് ടർബോ സമ്മാനിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും.